ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചേറുമീൻ എന്ന് പറയുന്ന ആ മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ ഈ മീൻ വലയിൽ കുടുങ്ങുന്നതും എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം രാത്രിയിൽ വലയിട്ടു, രാവിലെ ചെന്നപ്പോഴത്തേന് മീൻ വലയിൽ കുടുങ്ങി കിടപ്പുണ്ട്. ആ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യുകയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഈ മീൻ വെട്ടിയെടുത്ത് നമ്മൾ മീൻ വറക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചേറുമീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ. രാത്രിയിൽ വലയിട്ടു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനാണ് വലയിട്ടത്. ആ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയുള്ള കടവിലാണ് വലയിട്ടത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ മീനിനെ പിടിച്ചത്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തെന്നൽ പോലെയുണ്ട്. നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ ആറ്റുമീനൊക്കെ കുറച്ച് വഴുക്കൽ കൂടുതലാണല്ലോ. അപ്പോൾ ഒരു ചാരമുണ്ടെങ്കിൽ ചാരം വെച്ച് നമുക്കിത് തെന്നലൊന്ന് മാറാനായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും, ചാരം തൂത്തിട്ട്. അല്ല എങ്കിൽ നമ്മൾ ഈ തുണിയുണ്ടല്ലോ, കോട്ടൺ തുണി കൂട്ടി നമ്മൾ പിടിക്കുവാണെങ്കിൽ നമുക്കത് തെന്നിപ്പോകാതെ ഈ കാണുന്ന പോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ മീനിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചു. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച മീനെല്ലാം ഞാൻ ഇവിടെ നാരങ്ങാനീരും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കഴുകുന്നത്. നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തൊന്ന് കഴുകിയാണ്. എന്നിട്ട് വീണ്ടും ഒരു 3-4 തവണ കഴുകിയിട്ട് പിന്നെ അതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി, ഏറ്റവും കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഇവിടെ കുരുമുളക് പൊടി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചേറുമീനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് തോന്നാതിരിക്കാനായിട്ട് നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോണം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ നാരങ്ങാനീര്, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് കുറച്ചുകൂടെ നാരങ്ങാനീര് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ചിലർ വിനാഗിരി ചേർത്ത് കൊടുക്കും. നമ്മളിവിടെ നാരങ്ങാനീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. നല്ലതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് പുരട്ടി വെക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ഞാനൊരു 20 മിനിറ്റോളം ഞാനിത് ഇങ്ങനെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ, ഈ മുളകും ഉപ്പും ഈ കുരുമുളകിൻ്റെ ഇതും എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് ഞാനൊന്ന് ഇങ്ങനെ അങ്ങ് 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരം ആ എരിവെല്ലാം നന്നായിട്ട് അതിൽ ആ മീൻ കഷ്ണത്തിലെല്ലാം പിടിച്ച് വരും. ഇപ്പം നമ്മുടെ കഷ്ണത്തിലെല്ലാം നന്നായിട്ട് എരിവൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറക്കാം. ഇത് വറക്കുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിയുമ്പം അതിന് മുകളിലേക്കായിട്ട് ഈ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ മീൻ കോരിയെടുക്കുമല്ലോ, അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് വിതറുന്നുണ്ട്. വെളുത്തുള്ളി എണ്ണ കിടന്ന് ഒന്ന് മൂക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ നല്ലൊരു രുചി കിട്ടും മീൻ വറുത്ത് കഴിയുമ്പം. അതും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വേവുള്ള മീനാണ്. കുറേ സമയം, നമ്മൾ സാധാരണ മീൻ വറക്കുന്നതിനേക്കാളും കൂടുതൽ സമയം വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പം തീ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ മീനൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ദശയുള്ള മീനാണ്. നമുക്ക് സാധാരണ ആറ്റുമീനൊക്കെ മുള്ളുകളൊക്കെ കൂടുതൽ കാണും. ഇതിന് വലിയ അത്തരം മുള്ളുകളൊന്നുമില്ല. നമുക്ക് കഴിക്കാനാണേലും നല്ലതാണ്. വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ല, നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഈ രീതിയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളൊക്കെ മേടിച്ച് നോക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ചിലയിടത്തൊക്കെ ഇത് ഓൺലൈനിൽ കിട്ടുമെന്ന് തോന്നുന്നു മേടിക്കാനായിട്ട്. അപ്പോൾ ഈ ഫിഷ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.